അപ്പോൾ നമ്മളത് പുതിയ വീഡിയോയിലോട്ട് വന്നേക്കണേ. നമ്മളിന്ന് ജാം വീഡിയോ ആണ് ഉണ്ടാക്കണേ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് തിരിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ക്യാമറ തിരിച്ചിട്ടുണ്ട്. ഈ ജാമാണിത്, ഞാൻ ഉണ്ടാക്കിയ ജാം. സ്ട്രോബെറി ജാമാണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, സ്ട്രോബെറി ജാമാണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, സ്ട്രോബെറി ജാം എടുത്തിട്ട് ഒരു പ്ലേറ്റ് എന്ന് വെച്ചാൽ സാധാ പ്ലേറ്റ്, ഇച്ചിരി വലുതായാലും മതി. എത്ര സ്ട്രോബെറി ജാം ഉണ്ടോ അത്ര പ്ലേറ്റ് മതി. അപ്പോൾ ആ പ്ലേറ്റിലോട്ട് ആ സ്ട്രോബെറി ജാം കമഴ്ത്തുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിൽ അരിപ്പ് വെച്ചിട്ട് ആ സ്ട്രോബെറി അരിക്കുക. അരിച്ചിട്ട് അതിൻ്റെ ഇതേ ലിക്വിഡ് കിട്ടില്ലേ, ലിക്വിഡ് എന്ന് വെച്ചാൽ ഈ ജാം കിട്ടില്ലേ, ആ ജാം എന്താ സ്ട്രോബെറി കൈ പിടിക്കാൻ പാകത്തിന് കിട്ടുമ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തിന്നാം, അല്ലെങ്കിൽ കളയാം. ഓക്കെ, എന്നിട്ട് അത് കളയാം. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കളഞ്ഞു. ഓക്കെ, എന്നിട്ട് പഞ്ചസാര ഇടുക. ഇച്ചിരി അധികം മധുരം ഇഷ്ടമാണെങ്കിൽ ഇച്ചിരിയും കൂടി ഇട്ടേരെ. എന്നിട്ട് ഫ്രിഡ്ജ് വെക്കുക. എന്നിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇച്ചിരി നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് ആ പഞ്ചസാര ഉരുകാൻ വേണ്ടി വേവിക്കണം. നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വേവിച്ചിട്ട് അത്ര കാര്യമുള്ളൂ. വെരി സിമ്പിളാണ്, നല്ല റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ബ്രെഡിൽ പിന്നെ പഴത്തിൽ ഒക്കെ കൂട്ടി തിന്നാൻ നല്ലതാണ്. ചപ്പാത്തി വരെ കൂട്ടി തിന്നാൻ നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എടുത്തോ. ഇതൊരു റിമോട്ട് ഉണ്ടാക്കാറാട്ടോ, അമ്മ വാങ്ങിച്ചു തന്നെ. ഞാൻ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചാട്ടോ. ഇവിടെ ഉണ്ട് സ്റ്റിക്കർ. ഓക്കെ, അപ്പോൾ ലൈക്കൊക്കെ അടിച്ച് പൊട്ടിച്ചോട്ടോ. നല്ല ലൈക്ക് അടിച്ചോട്ടോ. അടിച്ച് പൊട്ടിക്കുക, വേറെ ഒന്നും നോക്കണ്ട. അടിച്ച് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ.